ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടികളിലൊക്കെ കാണുന്ന പുഴുവിൻ്റെ ശല്യം തീരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊരു കീടനാശിനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചൈനീസ് ബോൾസം ചെടിയിലാണ് ഈ പുഴുവിൻ്റെ ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് ഈ പച്ചയും മെറൂണും കലർന്ന ഇലയുള്ള അതുകൊണ്ട് റോസ് പൂ ഉണ്ടാകുന്ന ഈ ചെടികളിലാണ് പുഴു കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. ചെടി വളർന്നു വന്ന് അതിൽ മുട്ടുണ്ടാകുന്ന സമയം നോക്കിയിട്ടാണ് ഈ പുഴു ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അഗ്രഭാഗം തന്നെ മുറിച്ച് കളയേണ്ട ഒരു സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ ഞാനിത് ഈ വിനാഗിരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചിട്ടുള്ള ഈ കീടനാശിനി കൊടുത്തതിന് ശേഷം നല്ല മാറ്റം കണ്ടുവരുന്നുണ്ട്. എങ്കിലും ഇടയ്ക്ക് പുഴുവിൻ്റെ ശല്യമൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ പയറിലൊക്കെ കാണുന്ന ചാഴിയില്ലേ, പിന്നെ മുഞ്ഞ, അതുപോലെയുള്ള പച്ചക്കറികളിൽ കാണുന്ന പുഴുവിൻ്റെ ശല്യം ഒക്കെ ഈ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഈ കീടനാശിനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 20 ml അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. 20 ml വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്, കുക്ക് ചെയ്യാനെടുക്കുന്ന ഓയിലാണ്. അപ്പം ഞാനിത് ഭക്ഷണം പാചകം ചെയ്ത ആ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഏതെങ്കിലും ഓയിൽ മതിയാകും. അപ്പോൾ അതും 20 ml അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ സോപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ച ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തും കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതിലൊരു മഞ്ഞ കളർ കാണുന്നുണ്ട്. അപ്പം ഞാനിത് ഏത്തയ്ക്ക വറുക്കാനായിട്ട് എടുത്ത എണ്ണയായിരുന്നു. അപ്പോൾ അതിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതാണ് മഞ്ഞ കളർ കാണുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഉറുമ്പിനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ, കൂടുതലായിട്ടും വേറെ റോസ് കളറ് പൂവുണ്ടാകുന്ന ആ ഒരു പച്ച മെറൂണ് ഇലയുള്ള ചെടിക്കാണ്. ഇതേ പച്ച കളർ മാത്രമുള്ള ചെടിക്കൊന്നും ഒരു ഉപദ്രവവും ഇല്ല. ഈ കാണുന്ന നിറയെ പൂവുണ്ടാകുന്ന ഈ റോസ് കളർ ഉണ്ടാകുന്നതിന് മാത്രമാണ് പുഴുവിൻ്റെ ശല്യം കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്പ്രേ ചെയ്ത ശേഷം നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കീടനാശിനി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള പുഴുവിൻ്റെ ഉപദ്രവമൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചിലവുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു കീടനാശിനി നൽകിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.